ഹായ്. സോ നമ്മൾ ന്യൂട്രീഷനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിഫറെൻറ്റ് ന്യൂട്രിയൻസ് ഏതൊക്കെയാണെന്നത് 5 ന്യൂട്രിയൻസ് നമ്മൾ നോക്കി. Now we are moving on to discuss what is a balanced diet. ഈ മേൽ പറഞ്ഞ 5 ന്യൂട്രിയൻസ് ഏതൊക്കെയായിരുന്നു? നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. ഈ പറഞ്ഞ 5 ഫുഡ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ന്യൂട്രിയൻസും ആഡിക്വേറ്റ് പ്രൊപ്പോർഷനിൽ റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്ന ഒരു ഡയറ്റിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ആഡിക്വേറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ള അളവിൽ. ഇപ്പം ഈ ആവശ്യം എന്തനുസരിച്ചായിരിക്കും നിർണ്ണയിക്കപ്പെടുന്നത്? ആ വ്യക്തിയുടെ ശരീരഘടന അനുസരിച്ച്, ആ വ്യക്തിയുടെ ഡെയിലി ആക്ടിവിറ്റി ലെവൽ അനുസരിച്ച്, ആ വ്യക്തിയുടെ ഏജ് അനുസരിച്ച്, ആ വ്യക്തിയുടെ സെക്സ് അനുസരിച്ച്, ആ വ്യക്തി താമസിക്കുന്ന ആ എൻവയൺമെൻറ്റ് അനുസരിച്ച്, എൻഗേജ് ചെയ്യുന്ന ഓക്യുപ്പേഷൻ അനുസരിച്ചൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ ഡയറ്റ് സെറ്റ് ചെയ്യുന്നത്. ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഈ 5 കോമ്പണൻസ് ഉണ്ടായിരിക്കണം. നിർബന്ധമായിട്ടും ഈ 5 കോമ്പണൻസ് ഉണ്ടായിരിക്കണം. പിന്നെ വാട്ടർ ഉൾപ്പെട്ടിരിക്കണം. റഫ് എഡ്ജിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. റഫ് എഡ്ജും ഉണ്ടായിരിക്കണം. ഇതെല്ലാം അടങ്ങിയതാണ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, what all should we keep in mind when we plan a balanced diet? ഡയറ്റ് ബാലൻസ്ഡ് ആക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി നമ്മളൊരു ഡയറ്റീഷ്യനെയൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മൾ പ്രോപ്പറായിട്ടൊരു ഡയറ്റ് പ്ലാൻ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ആലോചിച്ചിട്ട് വേണം നമ്മൾ ഡയറ്റ് സെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ദേ വുഡ് ബി ആസ്കിങ് എ ഫ്യൂ തിങ്സ് ബിഫോർ. ഒരു ഡയറ്റീഷ്യനെ കാണുമ്പോൾ they will be asking a few things before they plan the diet for you. അതിൽ പെട്ട ഒരു കാര്യമാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ പ്രിഫറൻസസ്, താല്പര്യങ്ങൾ. നമുക്ക് ചില ഫുഡൊന്നും നമുക്ക് ഇഷ്ടമില്ല അല്ലേ? ഇഷ്ടമില്ലാത്ത ഫുഡ് നമ്മൾ ഡയറ്റിൽ കയറ്റി നമ്മൾ കഴിക്കുമോ? ഇല്ല. ഫോർ ഡേറ്റ്സിൽ അയണുണ്ട്, പൊമഗ്രാനേറ്റിൽ അയണുണ്ട്. നമുക്ക് ഡേറ്റ്സ് ഇഷ്ടമാണ്, പൊമഗ്രാനേറ്റ് ഇഷ്ടമല്ല. ഞാനിപ്പോൾ ഡയറ്റ് പ്ലാനിൽ പൊമഗ്രാനേറ്റ് ആണ് ഉൾപ്പെടുത്തുന്നതെങ്കിൽ വിൽ ഐ കീപ്പ് അപ്പ് വിത്ത് ദ ഡയറ്റ്? മോസ്റ്റ്ലി നോ. അതിനുള്ള ചാൻസസ് ലോ ആണ്. സോ നമ്മുടെ പേഴ്സണൽ പ്രിഫറൻസസ് നമ്മൾ നോക്കി അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ വേണം ഡയറ്റ് പ്ലാൻ ചെയ്യാനായിട്ട്. പിന്നെ ഇറ്റ് ഷുഡ് ബി എക്കണോമിക്കൽ for the person to afford. എക്കണോമിക്കൽ ഫോർ ദ പേഴ്സൺ എന്ന് വെച്ചാൽ എന്താണ്? അവർക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റണം അല്ലേ? പറഞ്ഞ ഡയറ്റിൽ പറഞ്ഞേക്കുന്ന സാധനങ്ങളൊക്കെ മേടിക്കാൻ. നേരത്തെ എക്സാമ്പിൾ തന്നെ എടുക്കാം, നമ്മുടെ മാതള നാരങ്ങയും ഡേറ്റ്സും. ഓക്കെ, അപ്പോൾ ഇതിൽ അഫോർഡ് ചെയ്യാൻ രണ്ടും അത്യാവശ്യം കോസ്റ്റുള്ള സാധനങ്ങളാണ്. ലെറ്റ്സ് സേ another എക്സാമ്പിൾ ഫോർ ദാറ്റ്, ചീരയും അത് രണ്ടിലും അയണുണ്ട്, ചീര. അപ്പോൾ നമ്മൾ മാതള നാരങ്ങയാണ് നമ്മൾ ഡയറ്റിലിടുന്നതെങ്കിൽ എപ്പോഴും എല്ലാ ദിവസവും മാതള നാരങ്ങ മേടിക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്ക് കാശ് ചിലവാകുന്ന കാര്യമാണ്, കുറച്ചധികം കാശ് ചിലവാകുന്ന കാര്യമാണ്. അപ്പോൾ നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ വി മേ ഹാവ് ടു സ്വിച്ച് ടു ചീര അല്ലേ? അപ്പം അതനുസരിച്ച് നമ്മുടെ ആ ഒരു എക്കണോമിക് ലെവൽ അനുസരിച്ച് വേണം നമ്മളുടെ ഡയറ്റ് സെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ന്യൂട്രീഷണൽ നീഡ്സ് എല്ലാം മീറ്റ് ചെയ്യുന്ന വിധത്തിൽ വേണം. ഈ പറഞ്ഞ പോലെ എല്ലാ കോമ്പണൻസും ഇൻക്ലൂഡ് ചെയ്യണം. ഇൻ സച്ച് എ വേ ദാറ്റ് ഒരുവിധ ഡെഫിഷ്യൻസിയും വരാത്ത വിധത്തിൽ, ഒരുവിധ ഹെൽത്തിൽ ഒരു ഷോർട്ടേജും വരാത്ത വിധത്തിൽ വേണം ഡയറ്റ് സെറ്റ് ചെയ്യാൻ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡയറ്റ് സെറ്റ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട
ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന് മുന്നേ നമ്മൾ റഫേജ് എന്താണെന്ന് പറഞ്ഞു അല്ലേ? ഫൈബർ കണ്ടൻ്റാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ, ഫൈബർ കണ്ടൻ്റാണ്, ഹൈ സെല്ലുലോസ് കണ്ടൻ്റാണ്, ഡൈജഷന് സഹായിക്കുന്ന സംഭവമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇത് ഡൈജഷന് സഹായിക്കുക മാത്രമല്ല, ഇത് ഇൻറ്റസ്റ്റൈനൽ മൂവ്മെൻറ്റ്സ് ആൻഡ് പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡ് പൈപ്പിലൂടെ മാത്രമല്ല, ഏതൊരു പാസേജിലൂടെ സബ്സ്റ്റൻസസ് മൂവ് ചെയ്യണതിനാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഫുഡ് പൈപ്പ്. എക്സ്ക്യൂസ് മീ, മിസ്സിൻ്റെ കോൾഡാണ്, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് എക്സ്ക്യൂസ് മീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഡോണ്ട് വറി, കോവിഡൊന്നുമല്ല, ചുമ്മാ കോൾഡാണ്. ഫൈൻ. ഓക്കെ. ആക്ച്വലി കുഞ്ഞു വാവയുള്ളതുകൊണ്ട് രാത്രി ആണ് കുളിക്കണത്, അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണ്. ഫൈൻ. സോ ലെറ്റ് മീ കണ്ടിന്യൂ. റഫേജിൻ്റെ അപ്പോൾ ഗുണങ്ങൾ നമ്മൾ പറഞ്ഞ ഡൈജഷന് സഹായിക്കുന്ന, നല്ല വിധത്തിൽ ഡൈജഷൻ നല്ലോണം നടക്കണമുണ്ട്, നല്ല വിധത്തിൽ കണ്ടൻസ് അബ്സോർബ്ഡ് ആവാൻ, യൂട്ടിലൈസ് ചെയ്യപ്പെടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് റഫേജ് എന്ന് പറയുന്നത്. ബിസൈഡ്സ് ദാറ്റ് പെരിസ്റ്റാൾസിസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. പെരിസ്റ്റാൾസിസ് ഞാൻ പറഞ്ഞു, ഏതൊരു ട്യൂബിലൂടെയും അല്ലെങ്കിൽ ചാനലിലൂടെയും ഫുഡ് അല്ലെങ്കിൽ ഏതെങ്കിലും കോമ്പൗണ്ട്സ് മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മൂവ്മെൻറ്റിനാണ് പെരിസ്റ്റാൾസിസ് എന്ന്. ഫുഡ് പൈപ്പിൽ കാണുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഉള്ള ഫുഡ് പൈപ്പ് ഇവിടെ കഴുത്തിൻ്റെ അവിടെ, ഈസോഫാഗസിൻ്റെ അവിടെ മാത്രമല്ല കാണുന്നത്, ഫർദർ ഡൗൺ നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ ഭാഗത്തെല്ലാം, അതെല്ലാം ഇറ്റ് കണ്ടിന്യൂസ്. ഈ ഫുഡ് പൈപ്പിൻ്റെ കണ്ടിന്യൂഷനാണ് ബാക്കി ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ അവിടെയും ഇൻറ്റസ്റ്റൈൻ്റെ അവിടെയൊക്കെ കാണുന്നത്. അപ്പോൾ ഫുഡ് പൈപ്പിൻ്റെ അവിടെ, ഇൻറ്റസ്റ്റൈൻ്റെ അവിടെയൊക്കെ ഈ ഫുഡ് പാസ് ചെയ്യണത് ഈ പെരിസ്റ്റാൾസിസ് എന്ന ആ ഒരു പ്രോസസ്സിലൂടെ. പെരിസ്റ്റാൾസിസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ട്യൂബ് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ, ട്യൂബിൻ്റെ നിറയെ ഭാഗങ്ങളുണ്ടല്ലോ. ട്യൂബ് 1 2 3 4 5 ട്യൂബിനെ ഞാനിങ്ങനെ ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് ഞാൻ ഇതൊന്ന് ഡിവൈഡ് ചെയ്യാമെന്നിരിക്കട്ടെ. ട്യൂബിൻ്റെ ഫസ്റ്റ് പോർഷൻ എ, അത് കഴിഞ്ഞ് ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, അങ്ങനെ കുഞ്ഞു 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 റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാതിരിക്കട്ടെ. ഫസ്റ്റ് അപ്പോൾ ഫുഡ് എത്തുന്നത് എ എന്ന് പറഞ്ഞ പോയിന്റിലായിരിക്കും. എ എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തിക്കഴിഞ്ഞ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ് ബീൻ്റെ അവിടത്തേക്ക് എയിൽ ഫുഡ് ഇരിക്കുക. എയിൽ ഫുഡ് ഇരിക്കുമ്പോഴത്തേക്കും ബീൻ്റെ അവിടെ ഇച്ചിരി വീർക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് ഫുഡ് ചാടും. അങ്ങോട്ട് ഫുഡ് ചാടുന്നത് എങ്ങനെയാണ്? എൻ്റെ അവിടെ ഒന്ന് കോൺട്രാക്ഷൻ നടക്കും. അപ്പോൾ ബിയിലെത്തിയല്ലോ, ബിയിൽ റിലാക്സ് ചെയ്തിരിക്കുകയാണ്, ബി ഫുഡ് സ്വീകരിച്ചു. ഇനി ബീൻ്റെ അവിടെ കോൺട്രാക്ഷൻ നടക്കും, സീൻ്റെ അവിടെ റിലാക്സേഷൻ നടക്കും. അപ്പോൾ സി സ്വീകരിച്ചു, ബി കോൺട്രാക്ട് ചെയ്തിരിക്കുക. ഇനി സി കോൺട്രാക്ട് ചെയ്യും, ഡി റിലാക്സ് ചെയ്യും. അങ്ങനെ ഇങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് കോൺട്രാക്ഷൻ റിലാക്സേഷൻ നടന്നിട്ടാണ് ഇങ്ങനെ ഫുഡ് ഇങ്ങനെ താഴത്തേക്ക് ഡൗൺ ദ പാസേജ് മൂവ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് നോൺ ആസ് പെരിസ്റ്റാൾസിസ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഇസ് പെരിസ്റ്റാൾസിസ്. അപ്പോൾ പെരിസ്റ്റാൾസിസ് ഇനിഷ്യേറ്റ് ചെയ്യാനും within the intestinal movements, പെരിസ്റ്റാൾസിസ് വഴി പെരിസ്റ്റാൾസിസ് സ്റ്റിമുലേറ്റ് ചെയ്ത് ഇൻറ്റസ്റ്റൈനൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കാനും റഫേജ് സഹായിക്കുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് റഫേജിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ മെൻഷൻ ചെയ്തേക്കണം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളെ ബാലൻസ്ഡ് ഡയറ്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ളൂ. പിന്നെ യു ക്യാൻ ജസ്റ്റ് ആഡ് കുറച്ച് ജനറൽ ഇൻഫർമേഷൻ ആഡ് ചെയ്യാം. ഡയറ്റ് ബാലൻസ്ഡ് ആയിട്ടിരിക്കേണ്ട ആവശ്യങ്ങൾ വേണമെങ്കിൽ പറയാം. ഹെൽത്തി ആയിട്ടിരിക്കുക, ഫിറ്റായിട്ടിരിക്കുക, പിന്നെ അതിനൊക്കെ ഇത് ആവശ്യമാണ്. ഡിസീസസിനെ അകറ്റിയിരുത്താനായിട്ട് ആവശ്യമാണ്. ഡെഫിഷ്യൻസി ഡിസീസസ് ഉണ്ടാവാണ്ടിരിക്കാനായിട്ട് ആവശ്യമാണ്. പിന്നെ ഒബീസിറ്റി മുതലായ പ്രശ്നങ്ങൾ, ഫുഡ് റിലേറ്റഡ് ന്യൂട്രീഷണൽ ഡിസോർഡേഴ്സ് ഒഴിവാക്കാൻ ഇത് ആവശ്യമാണെന്നൊക്കെ പറഞ്ഞ് യു ക്യാൻ ജസ്റ്റ് അതിന് മോടി പിടിപ്പിക്കാനായിട്ട് കുറച്ച് സെൻറ്റൻസസ് കൂടി ആഡ് ചെയ്താൽ യുവർ ആൻസേഴ്സ് പെർഫെക്റ്റ്. ഓക്കെ, നൗ
certain tips that we can consider while planning our diet is roughage അല്ലെങ്കിൽ ഫൈബർ ധാരാളം ഉണ്ടായിരിക്കണം. പിന്നെ പ്രോട്ടീനീഷ്യസ് ഫുഡ് നമ്മൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കണം, കുറച്ച് നല്ല രീതിയിൽ. എക്സ്ക്യൂസ് മീ വൺസ് അഗൈൻ. ദെൻ ടു മച്ച് ഓഫ് ഓയിൽ, ഷുഗർ, സോൾട്ട്, ഇത്രയും സാധനങ്ങൾ നമ്മൾ കഴിവതും ഒഴിവാക്കുക. കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, no to it. Then plenty of fresh vegetables and fruits. ഇത്രയും കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ക്യാൻഡ് ഫുഡ്, ടിൻ ഫുഡ് മുതലായ സാധനങ്ങൾ നമ്മൾ we'll have to say a no to all those things. Fried items, sugary items, ഇതെല്ലാം കഴിക്കേണ്ടതല്ല, ബട്ട് അതിൻ്റെ ഇൻടേക്ക് കുറയ്ക്കുന്നതാണ് നല്ലത്. നെക്സ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ഹെഡ് ഉണ്ട്, ഡയറ്റ് ആൻഡ് എക്സസൈസ്. we definitely know to be healthy, to remain healthy, നമ്മൾ ഡയറ്റ് മാത്രം നോക്കിയാൽ പോരാ, എക്സസൈസും അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് വി ഹാഡ് ഓൾറെഡി ഡിസ്കസ്ഡ് ഇൻ ദ പ്രീവിയസ് ചാപ്റ്റർ. അപ്പോൾ അത് രണ്ടും കൂടെ ഹൗ ഇറ്റ് ഗോസ് ഹാൻഡ് ഇൻ ഹാൻഡ് ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ഡയറ്റ് എന്ന് ആണ് ആ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. ജസ്റ്റ് ഒരു 3-4 പോയിൻറ്റ്സ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഹൗ ഇറ്റ് ഹെൽപ്സ്, ഐ ആം നോട്ട് ഡിസ്കസിങ് ദാറ്റ്, യു ക്യാൻ ജസ്റ്റ് റീഡ് ത്രൂ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളൂ. നെക്സ്റ്റ് ടോപ്പിക് ഓഫ് ഇമ്പോർട്ടൻസ് വുഡ് ബി ദ ബോഡി മാസ് ഇൻഡെക്സ് അല്ലെങ്കിൽ ദ BMI. BMI എന്ന് പറഞ്ഞാൽ എന്താണ്? ബോഡി മാസ് ഇൻഡെക്സ്. ഡെഫിനറ്റ്ലി ഒരു വ്യക്തിയുടെ ഹൈറ്റ്, ആ വ്യക്തിയുടെ ബിൽഡ് അനുസരിച്ച്, ആ വ്യക്തിയുടെ സൈസ് അനുസരിച്ചാണ് നമ്മൾ BMI പറയുന്നത്. അതായത് ഒരു വ്യക്തി എത്ര വെയിറ്റ് ഉണ്ടോ, ആളുടെ വെയിറ്റ് kgയിലുള്ള വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് സ്ക്വയർ. ഹൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫീറ്റ് അല്ല, മീറ്റേഴ്സ്, ഇൻ മീറ്റേഴ്സ്. ഓക്കെ, സേ എനിക്ക് 166 സെൻറ്റിമീറ്റേഴ്സ് ആണ് എൻ്റെ ഹൈറ്റ്. 166 സെൻറ്റിമീറ്റേഴ്സിലല്ല നമ്മൾ നോക്കേണ്ടത്. 100 സെൻറ്റിമീറ്റർ ഇസ് 1 മീറ്റർ. നമുക്കറിയാമല്ലോ, 100 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതാണ് 1 മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 166 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1.66 മീറ്ററാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്, BMI കാൽക്കുലേറ്റ് ചെയ്യണത് എൻ്റെ വെയിറ്റ് ഞാൻ പറയുന്നില്ല, ഇച്ചിരി കൂടുതലാണ്, വെയിറ്റ് ഡിവൈഡഡ് ബൈ മീറ്റർ സ്ക്വയർ. ഓക്കെ, സോ 1.66 ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ എത്രയാണോ അതാണ് താഴെ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത്. നമ്മുടെ വെയിറ്റ് എത്രയാണോ അത് മുകളിൽ വരും. അത് കിട്ടുന്ന വാല്യൂ വിൽ ബി യുവർ BMI ഇൻഡെക്സ്. ഇനി ഇൻഡെക്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ചാർട്ടുണ്ട്, BMI ചാർട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു റേഞ്ചിൻ്റെ ചാർട്ടുണ്ട്. ആ ചാർട്ട് വിൽ ബി ഷോയിങ് ഇന്ന ഹൈറ്റുകാർക്ക് എത്രയാണ് പെർമിസിബിൾ റേഞ്ച് ഓഫ് വെയിറ്റ് എത്രയാണ് വരേണ്ടതെന്നുള്ള കാണിക്കുന്ന BMI ചാർട്ടുണ്ട്. അപ്പോൾ ആ ചാർട്ട് വെച്ച് നമുക്ക് കിട്ടിയേക്കുന്ന ഇൻഡെക്സ് വാല്യൂ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ നോർമൽ റേഞ്ചിലാണോ, അണ്ടർ വെയ്റ്റ് റേഞ്ചിലാണോ, ഓവർ വെയ്റ്റ് റേഞ്ചിലാണോ എന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഈ റേഞ്ച് കിട്ടുന്നതിൽ നിന്ന് ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാവുന്നുണ്ട്, വെദർ വി ആർ ഫൈൻ. നമ്മുടെ ഫാറ്റ് കണ്ടൻറ്റ്, ഇറ്റ് ഈസ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് എ ഫാറ്റ്, എന്താണ് ഫാറ്റ് കണ്ടൻറ്റ് എത്രയുണ്ട് നമ്മുടെ ബോഡിയിൽ, amount ഓഫ് ഫാറ്റ് അല്ലേ. നമുക്ക് വണ്ണം കൂടുന്നത് യൂഷ്വലി ഫാറ്റിൻ്റെ ലെവൽ കൂടുന്നത് കാരണമാണ് നമുക്ക് വണ്ണം കൂടുന്നത്. അപ്പോൾ ഫാറ്റിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് കൂടി നമുക്ക് BMI ഇൻഡെക്സിനെ കൂട്ടാവുന്നതാണ്. അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ വെയിറ്റ് ലൂസ് ചെയ്താലാണ് നമുക്ക് ആ ഹെൽത്തി റേഞ്ചിൽ പെടാൻ പറ്റുക എന്ന ഒരു എസ്റ്റിമേറ്റ് തരുന്ന ഇൻഡെക്സാണ് BMI ഇൻഡെക്സ്. ഈ BMI ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക്
ഹെൽത്തിനെസ് അസസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെന്ന് പറഞ്ഞാൽ അത്ലീറ്റ്സിനെയാണ്. അത്ലീറ്റ്സിന് നമ്മളെക്കാളും ഇപ്പോൾ BMI നോക്കുവാണെങ്കിൽ നമുക്ക് സെയിം ഹൈറ്റുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞാലും ഇപ്പം എൻ്റെ തന്നെ ഹൈറ്റുള്ള ഒരു സ്പോർട്സ് പേഴ്സൻ്റെ BMI ഇൻഡെക്സ് നോക്കുവാണെങ്കിൽ മേ ബി ആളുടെ ഇൻഡെക്സ് വാല്യൂ BMI ഇൻഡെക്സ് വാല്യൂ ചിലപ്പം ആ വാല്യൂ നോക്കിയാൽ ഓവർ വെയ്റ്റ് കാറ്റഗറിയിലായിരിക്കും കിടക്കുന്നത്. പക്ഷെ അവരുടെ കേസിൽ ഇറ്റ് വോണ്ട് ബി ഫാറ്റിൻ്റെ ഇൻഡിക്കേറ്റർ ആയിരിക്കില്ല. അവർക്ക് മസിൽ സ്ട്രെങ്ത് ഇച്ചിരി കൂടുതലാണ്, മസിൽ മാസ് ഇച്ചിരി കൂടുതലാണ്. അതുകൊണ്ടാണ്, കാരണം മസിൽ ആക്ടിവിറ്റി കൂടുതലാണല്ലോ, അപ്പോൾ മസിൽ ഫൈബേഴ്സ് കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, കൂടുതൽ അളവിൽ മസിൽസ് ഉണ്ട്. അപ്പോൾ മസിൽ എൻ്റെ മാസാണ് അവിടെ കയറുന്നത്, അല്ലാണ്ട് ഫാറ്റല്ല. അവരുടെ കേസിൽ മാത്രമാണ് BMI ഇൻഡെക്സ് നമുക്കൊരു കറക്റ്റ് ഇൻഡിക്കേറ്ററായിട്ട് പറയാൻ പറ്റാത്തത്. പിന്നെ ഈ ഓവർ വെയ്റ്റ്, അണ്ടർ വെയ്റ്റ്, നോർമൽ കാറ്റഗറിയിൽ BMI ഇൻഡെക്സ് വെച്ച് നമ്മൾ പെടുത്താത്ത വേറൊരു ഗ്രൂപ്പുകാരും കൂടെ ഉണ്ട്. നമ്മുടെ പ്രഗ്നൻറ്റ് ആൻഡ് ലാക്ടേറ്റിംഗ് മദേഴ്സ്, പ്രഗ്നൻറ്റ് വിമൻ ആൻഡ് ലാക്ടേറ്റിംഗ് മദേഴ്സ്, അവരെ നമ്മൾ BMI ഇൻഡെക്സ് വെച്ചിട്ട് ഓവർ വെയ്റ്റ് ആണ് അണ്ടർ വെയ്റ്റ് ആണെന്നൊന്നും നമ്മൾ പറയത്തില്ല. കാരണം during the pregnancy period they will gain weight and that weight gain is essential for the growth of the body. അപ്പോൾ നമുക്ക് അളക്കാൻ പറ്റത്തില്ല അത് എത്രത്തോളം എന്താ ഇതിൽ കൂടുതൽ അധികമായ പ്രശ്നമാണ്. അങ്ങനെ ഒരു കാൽക്കുലേഷൻ വെച്ച് നമ്മൾ BMI അവരുടെ കേസിൽ കൂട്ടാറില്ല, അല്ലാണ്ടുള്ളവരുടെ കേസിലാണ് BMI കണക്കാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ റേഞ്ച് വാല്യൂസൊക്കെ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. വിച്ച് ടു വിച്ച് വുഡ് ബി ഹെൽത്തി റേഞ്ച് ഇൻഡെക്സ് വാല്യൂ കിട്ടുന്നത്. ഇത് 18.5 to 24.9 റേഞ്ചിലാണ് കിട്ടണമെങ്കിൽ നമ്മൾ ആ ഹെൽത്തി കാറ്റഗറിയിൽ വരുന്നു. അതിൻ്റെ മുകളിലിട്ട് വന്നാൽ ഓവർ വെയ്റ്റ്, അതിൽ താഴെ വന്നാൽ അണ്ടർ വെയ്റ്റ് ആയി ആണ് നമ്മളിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഓക്കെ, പിന്നെ BMI ഹയർ റേഞ്ചിലുള്ളവർക്ക് അപ്പർ ഹാൻഡിലാണ് നമ്മുടെ BMI വാല്യൂസ് കിടക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഓവർ വെയ്റ്റ് ആണ്, ഇറ്റ്സ് എവിഡൻറ്റ് നമുക്ക് ഓവർ വെയ്റ്റ് ആണ്. ഫാറ്റ് കണ്ടൻറ്റിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആണ്, ഗ്രോസ് എസ്റ്റിമേറ്റ് ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഫാറ്റ് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയ ഈ പറഞ്ഞ ഒബീസിറ്റി, ദ റിസ്ക് ഓഫ് ഹാർട്ട് അറ്റാക്സ്, കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യതകൾ, ആർത്രൈറ്റിസിനുള്ള സാധ്യതകൾ, ഇതെല്ലാം വരാനുള്ള റിസ്ക്സ് ഹയർ. അപ്പോൾ അത് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ നമ്മുടെ ഡയറ്റ് ക്രമീകരിക്കേണ്ടത് ഹെൽത്തി ആയിട്ടിരിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ദ കാലറിക് ഇൻടേക്ക് ആൻഡ് എക്സ്പെൻഡിച്ചർ. യു ഓൾ, ഐ അണ്ടർസ്റ്റാൻഡ് യു ഓൾ നോ അബൌട്ട് കാലറീസ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്കൊരു ആക്ടിവിറ്റി തന്നപ്പോൾ മോസ്റ്റ് ഓഫ് യു ഹാഡ് റിട്ടൺ ഓരോ ഫുഡിൻ്റെയും കാലറീസ് സഹിതമാണ് എനിക്ക് എഴുതി തന്നത്. സോ കാലറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജിയാണ് അല്ലേ? ദ എനർജി സപ്ലൈഡ് ആണ്. ഒരു വസ്തുവിൽ നിന്ന്, ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എത്രത്തോളം, അത് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് എത്രത്തോളം എനർജി കിട്ടും എന്നതിൻ്റെ കണക്കാണ് കാലറി വഴി നമ്മൾ പറയുന്നത്. ഓക്കെ, ദ amount ഓഫ് എനർജി സപ്ലൈഡ് ബൈ എ ന്യൂട്രിയൻറ്റ്, അതിനെയാണ് കാലറി എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഇസ് എ കാലറി എന്നൊരു ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ദ amount ഓഫ് എനർജി, ദ amount ഓഫ് എനർജി, എത്ര എനർജി എടുക്കും ഒരു ഗ്രാം വെള്ളം, ഒരു ഗ്രാം വെള്ളത്തിന് 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ടെമ്പറേച്ചർ കൂട്ടാനായിട്ട്, 1 ഗ്രാം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 1 സെൻറ്റിഗ്രേഡ് കൂട്ടാനായിട്ട് എത്ര എനർജി ഉപയോഗിക്കേണ്ടതായിട്ട് വരും, അതിനെയാണ് 1 കാലറി എന്ന് നമ്മൾ പറയുന്നത്. ഫൈൻ, അതാണ് അതിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി എന്തിനൊക്കെയാണ്
എനർജിയുടെ ഒരു അലോട്ട്മെൻ്റ് ആണ് നമ്മൾ പറയുന്നത്. കാലറി അലോട്ട്മെൻ്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ അറൗണ്ട് 60-65% ഓഫ് ദ കാലറീസ് ദാറ്റ് വി കൺസ്യൂം, ഫുഡ് ദാറ്റ് വി കൺസ്യൂം, അതിൻ്റെ കാലറീസ് പോകുന്നത്, എനർജി പോകുന്നത് എന്തിനാണ്? ചുമ്മാ നമ്മൾക്ക് ജീവനോടെ ഇരിക്കാൻ വേണ്ടി ഈ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ 65% നമ്മൾ ഉപയോഗിക്കുന്നു. എന്തിന് ഇത്രയും എനർജി? ടു കീപ് ദ ഹാർട്ട് ബീറ്റിംഗ്, ഹാർട്ട് പമ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ടു കീപ് ദ ബ്രെയിൻ cells alive, to keep the lungs functioning, to ensure that the blood is circulating. ഇതിനൊക്കെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ, ഇതൊക്കെ ചുമ്മാ ജീവിച്ചിരിക്കാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്ന എനർജിയാണ് ഈ പറഞ്ഞ ഫങ്ഷൻസൊക്കെ. നമ്മൾ വേറൊന്നും ചെയ്യണ്ട, ചുമ്മാ കിടന്നുറങ്ങിയാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നേ പറ്റത്തുള്ളൂ. 25% എനർജി പോകുന്നത് ബോഡി മൂവ്മെൻറ്റ്സിനാണ്. The remaining 10% of energy എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഗോയിങ് ഫോർ പ്രോസസ്സിങ് ഓഫ് ഫുഡ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ഡൈജസ്റ്റ് ചെയ്ത് എനർജി ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് 10% പോകുന്നത്. ഓക്കെ, ദാറ്റ് വുഡ് കൗണ്ട് ടു 65 + 10 75, 75 + 2 എത്രയായി? 95 ആയി. ബാക്കി 5% എന്ന് പറഞ്ഞാൽ ദാറ്റ് വുഡ് ബി ദ ആഡ് ഓൺ ടു അവർ ഫിസിക്കൽ ആക്ടിവിറ്റി. കൂടുതൽ ചെയ്യുന്നവർക്ക് കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് കൂടുതലായിട്ട് എനർജി യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, കാലറിക് റിക്വയർമെൻറ്റും ഈ പറഞ്ഞ പോലെ നമ്മൾ ഡയറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ ഇറ്റ് ഇസ് ഡിപ്പെൻഡൻ്റ് ഓൺ വേരിയസ് ഫാക്ടേഴ്സ് ലൈക്ക് ജെൻഡർ, സൈസ്, ഹൈറ്റ്, എൻവയൺമെൻറ്റ്, ആക്ടിവിറ്റി ലെവൽ മുതലായ പല കാര്യങ്ങളും ആശ്രയിച്ചിരിക്കും കാലറി റിക്വയർമെൻറ്റ്. അപ്പോൾ കാലറി റിക്വയർമെൻറ്റ് യൂഷ്വലി ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഏജ് ഓൾസോ വ്യത്യാസമുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മുടെ യൂത്ത് സ്റ്റേജിലാണ്, ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ളൊരു പീരിയഡാണ്. കുഞ്ഞുങ്ങളല്ലേ ഏറ്റവും ആക്റ്റീവ് എന്ന് ചോദിക്കും, പക്ഷേ ഞാൻ പറഞ്ഞു റിക്വയർമെൻറ്റ് നമ്മുടെ സൈസും ഒക്കെ അനുസരിച്ചിരിക്കും. ഇപ്പോൾ സൈസ് വെച്ചിട്ടും ആക്ടിവിറ്റി ലെവൽ വെച്ചിട്ടും ഒക്കെ കൂട്ടിയാൽ നമ്മുടെ യൂത്ത് സ്റ്റേജിലായിരിക്കും ഏറ്റവും കൂടുതൽ കാലറി റിക്വയർമെൻറ്റ് വരുന്നത്. ഒരു അറൗണ്ട് 2300-2500 കാലറീസ് ഒരു ദിവസമാണ് യൂഷ്വലി നമുക്ക് ആവശ്യം വരിക. ആസ് ഇയേഴ്സ് ഗോ ബൈ ഇതിൻ്റെ റിക്വയർമെൻറ്റ് കുറഞ്ഞാണ് വരുന്നത്. ഓരോ ഡെക്കേഡിലും ഒരു 2% ഡിക്ലൈൻ നമുക്ക് കാലറി റിക്വയർമെൻറ്റിൽ വരുന്നുണ്ട്. 2% കുറഞ്ഞാണ് നമുക്ക് റിക്വയർമെൻറ്റ് വരുന്നത്. ഇപ്പോൾ ഈ 2300-2500 റേഞ്ച് എന്ന് പറഞ്ഞല്ലോ, അതിനേക്കാളും പ്രഗ്നൻറ്റ് വുമൻ, ലാക്ടേറ്റിംഗ് മദേഴ്സിന് ആ റിക്വയർമെൻറ്റിനേക്കാളും ഒരു അഡീഷണൽ 300-500 കാലറീസ് അവർക്ക് അഡീഷണൽ ആയിട്ട് വേണ്ടി വരും to ensure that their baby is also nourished well. Now on to another term, BMR, basal metabolic rate. Now, what is the BMR? Metabolism എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ I think we had discussed. Nothing but the sum total of all the biochemical activities happening within your body. അതിനെയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. Now, what is this metabolic rate എന്ന് പറഞ്ഞാൽ ഈ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്ന ഒരു പേസിനാണ് അല്ലെങ്കിൽ റേറ്റിനാണ് മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത്. And what about basal metabolic rate? It is the basal energy അല്ലെങ്കിൽ the minimal energy required to ensure that the basic metabolic activities function. അല്ലെങ്കിൽ the energy used by an individual during physical, digestive and emotional rest. The energy used by an individual during physical rest ആയിരിക്കും, ഡൈജസ്റ്റീവ് റെസ്റ്റ് ആയിരിക്കും, ഇമോഷണൽ റെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഫിസിക്കലി നമ്മൾ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല,
ഭക്ഷണം കഴിച്ച ഉടനെയുള്ള അവസ്ഥയല്ല നമ്മൾ സംസാരിക്കുന്നത്. പിന്നെ നമ്മൾ ഭയങ്കര ടെൻഷൻ അടിക്കുക അല്ലെങ്കിൽ ഭയങ്കര അലേർട്ടായിട്ടിരിക്കുന്ന അവസ്ഥകളല്ല നമ്മൾ സംസാരിക്കുന്നത്. വളരെ നോർമലായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന, ഭക്ഷണം പോലും കഴിക്കുക എന്ന പ്രവൃത്തി പോലും നമ്മൾ ചെയ്യാണ്ടിരിക്കുന്ന ആ ടൈമിൽ നമ്മൾക്ക് നിലനിൽക്കാൻ വേണ്ട ബോഡിയിൽ നടക്കുന്ന ആക്ടിവിറ്റീസ്, നടക്കാൻ വേണ്ട എനർജീനെ കുറിച്ചാണ് നമ്മൾ ബേസൽ മെറ്റബോളിക് റേറ്റിൽ സംസാരിക്കുന്നത്. ഓക്കെ, ദ റേറ്റ് അറ്റ് വിച്ച് യു ബേൺ യുവർ കാലറീസ്. ഓക്കെ, ഇങ്ങനെയുള്ള അവസ്ഥയിൽ, ഇങ്ങനെ റെസ്റ്റിലിരിക്കുന്ന അവസ്ഥയിൽ എന്തൊരു റേറ്റിലാണ് നമ്മുടെ ബോഡിയിലെ കെമിക്കൽ ആക്ടിവിറ്റീസ് നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ എന്ത് റേറ്റിലാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ബ്രേക്ക് ഡൗൺ ആകുന്നത്. ഇതാണ് ബേസൽ മെറ്റബോളിക് റേറ്റ് അളക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അത് അളക്കാനായിട്ട് ചില ഫോർമുലാസ് ഒക്കെ ഉണ്ട്. ഹാരിസ് ബെനഡിക്റ്റ് ഫോർമുലയാണ് വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ BMR കണ്ടുപിടിക്കുന്നു, എന്നിട്ട് അതിനെ ആക്ടിവിറ്റി ഫാക്ടറായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനൊരു ടെക്സ്റ്റിൽ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് വലിയ അറിയേണ്ട ആവശ്യമൊന്നുമില്ല, ബട്ട് ജസ്റ്റ് ഫോർ വാട്ട് ഈസ് ഇറ്റ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പഠിക്കുന്നതേ ഉള്ളൂ. ഫ്രം എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ യു വോണ്ട് ബി ഗെറ്റിംഗ് എ ക്വസ്റ്റ്യൻ ഹൗ ടു കാൽക്കുലേറ്റ് ആൻഡ് ഓൾ. എന്താ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല വരെ മാത്രം അറിഞ്ഞാൽ മതി. വാട്ട് ഈസ് BMR ഡെഫിനറ്റ്ലി ചോദിക്കാം. 1 മാർക്കിനൊക്കെ BMI ഒക്കെ ചോദിക്കാറുണ്ട്, 1 മാർക്ക് 5 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ബട്ട് മോർ ദാൻ ദാറ്റ് യു നീഡ് നോ, ബട്ട് you can, it's interesting to know how to calculate it. അപ്പം ഇതിൻ്റെ അകത്ത് പറയുന്നത്, ഇറ്റ് ഈസ് നോർമലി ഫൗണ്ട് ദാറ്റ്, നോർമലി ഉള്ള ഒരു കണക്കാണ്, ഒരു ആവറേജ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പറയുന്നത്. A young adult spends a basal energy at the rate of about 1 calorie every hour for each kilogram of body weight. സാധാരണ ഉള്ളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു യങ് പേഴ്സൺ, യങ് അഡൾട്ട് ബേസൽ എനർജി അല്ലെങ്കിൽ BMR എന്ന കണക്കിൽ സാധാരണ ആക്ടിവിറ്റീസ് ഒക്കെ നടത്താൻ വേണ്ടി, അറ്റ് റെസ്റ്റ് ആക്ടിവിറ്റീസ് നടത്താൻ വേണ്ടി ഓരോ മണിക്കൂറിലും ഓരോ കിലോഗ്രാം ഭാരത്തിനും ഓരോ കാലറി വീതമാണ് സ്പെൻഡ് ചെയ്യണത്. അതാണ് ഒരു അക്സെപ്റ്റഡ് കണക്ക്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ബോഡി വെയ്റ്റ് എത്രയാണോ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? ഓരോ കാലറി ഓരോ മണിക്കൂർ, ഒരു ദിവസത്തേക്കുള്ളത് നമ്മൾ കൂട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദിവസത്തേക്കുള്ളത് നമ്മൾ കൂട്ടുവാണെങ്കിൽ നമ്മുടെ ബോഡി വെയ്റ്റ് എത്രയാണോ ബോഡി വെയ്റ്റ് ഇൻറ്റു 24 hours ആണ് ഒരു ദിവസം ഉള്ളത്. അപ്പോൾ 24 hours ഇൻറ്റു 1 calorie each per hour. ഓക്കെ, അപ്പോൾ ബോഡി വെയ്റ്റ് 24 ഇൻറ്റു per hour, അത്രയാണ് നിങ്ങളുടെ BMR വരുന്നത്, ബേസൽ മെറ്റബോളിക് റേറ്റ് വരുന്നത്. ഓക്കെ, അത്രയും കാലറീസാണ് നിങ്ങളുടെ BMR വരുന്നത്. അപ്പോൾ ചുമ്മാ ജീവിച്ചിരിക്കാൻ വേണ്ടി അറ്റ് റെസ്റ്റ് ചിലവാക്കുന്ന എനർജി ആട്ടോ BMR പറയണത്. അഡീഷണലായിട്ട് നിങ്ങൾ എന്ത് ചെയ്താലും ഇതിൽ കൂടുതൽ നമുക്ക് ആവശ്യം വരുന്നു. ഓക്കെ, ഈവൻ ചുമ്മാ നിങ്ങൾ ഭക്ഷണം കഴിക്കുവാണെങ്കിൽ പോലും ഇതിൽ കൂടുതൽ എനർജി നമുക്ക് ആവശ്യമായി വരുന്നുണ്ട്. ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൂടുതൽ വേണ്ടി വരും. ഓക്കെ, ജസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ കാലറിക് റിക്വയർമെൻറ്റ്, ആ കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ന്യൂട്രിഷണൽ ഡിസോർഡേഴ്സ് ആണ്. I think we can discuss that in the next class. Hope you understood what was discussed today. Thank you for your patient listening and the interruptions caused because of my running nose. Sorry once again. Thank you.